ഒരു ദിവസം പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് കുമാറിന്റെ ജോലി നഷ്ടമായി. ജോലി നഷ്ടപ്പെട്ട ആ സാഹചര്യത്തിൽ തന്നെ തന്റെ ഭാര്യയെയും അവന് നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം അപ്പോഴും അവനിൽ നിന്നും നഷ്ടപ്പെട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിലും അവൻ വളരെ വേദനയോടെ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു നടന്നു. അങ്ങനെ ജോലി അന്വേഷിച്ചു പോയ സമയത്ത് ഒരിടത്ത് ഒരു വലിയ കെട്ടിടം പണി നടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അതിന് സമീപമെത്തിയപ്പോൾ ഒരു മനുഷ്യൻ ഉളിയും ചുറ്റികയും കൊണ്ട് ഒരു കല്ല് ത്രികോണാകൃതിയിൽ ചെത്തി വെടിപ്പാക്കുന്നത് അവൻ കണ്ടു. സാധാരണ ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ഒക്കെ ആണല്ലോ കല്ല് വെട്ടി കെട്ടിടങ്ങളിൽ വയ്ക്കുന്നത്. ഇതെന്താ ത്രികോണാകൃതിയിലുള്ള കല്ലൊരുക്കുന്നത്? അവൻ അതും ചിന്തിച്ച് ആ ആശാരിയുടെ അടുക്കൽ ചെന്നിട്ട് ഇപ്രകാരം ചോദിച്ചു, ചേട്ടാ, ഇതെന്ത് ചെയ്യുകയാണ്? കല്ലൊരുക്കിക്കൊണ്ടിരുന്ന ആശാരി കൈ ഉയർത്തി ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, അവിടെ ഒരു വിടവ് കാണുന്നില്ലേ? അവിടേക്ക് ചേർക്കുവാനായിട്ടാണ് ഞാൻ ഈ കല്ലിവിടെ വെച്ച് ചെത്തി ഒരുക്കുന്നത്. കുറെ നേരം ചിന്തിച്ചിരുന്ന കുമാറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. പിന്നീട് അവൻ നടക്കുവാൻ ആരംഭിച്ചു. ആ കൽപ്പണിക്കാരനിൽ കൂടി ദൈവം തന്നോട് സംസാരിച്ചതുപോലെ അവന് തോന്നി. ദൈവം ഏതോ ഉദ്ദേശത്തിനു വേണ്ടിയാണ് എന്നെ ഈ പ്രയാസത്തിൽ കൂടി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. സമയമാകുമ്പോൾ ഉയരത്തിൽ അവൻ എന്നെ വെക്കും എന്ന ഒരു വിശ്വാസം അവനിൽ വന്നു. നിങ്ങളും ഈ കുമാറിനെ പോലെ ഒരുപക്ഷെ ജോലി നഷ്ടമായിരിക്കാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കാം. എന്തെങ്കിലും വിധത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങളെ തളർത്തി കളയുന്നുണ്ടാവും. തളർന്നു പോകരുത്. നിശ്ചയമായും നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് തക്ക സമയത്ത് സഹായം എത്തിച്ചു തരും. ദൈവമേ, നിന്റെ ഉദ്ദേശത്തിനായി എന്നെ പണിതുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി എന്ന് പറയുക. നിശ്ചയമായും ആ ഉദ്ദേശം അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ധൈര്യമായി, ഉത്സാഹത്തോടെ, വിശ്വാസമുള്ളവരായി ചെയ്തു തീർക്കൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും നിന്നോട് കൂടെയുണ്ട്. അവൻ നിശ്ചയമായും നിന്നെ വഴി നടത്തും.